പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ഒരു വാക്ക് കടം കൊടുക്കുന്നു. ഞാനാകുന്നത് ദൈവകൃപയാൽ അത്രേ. എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടു. വിനയാന്വിതനാകുന്നു. ദൈവകൃപയോട് നന്ദി അറിയിക്കുന്നു. ഓരോ ഇടവകയിലേക്കുമുള്ള ഒരു വൈദികന്റെ നിയോഗം ഒരു പ്രത്യേക അനുഭവമാണ്. ഓരോ ഇടവകയിലുമുള്ള ശുശ്രൂഷ വൈദികനൊരു പാഠമാണ്. ഞാൻ വൈദിക ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത് ദൈവജനത്തിന് മാധ്യസ്ഥൻ ആകുവാൻ വേണ്ടിയാണ്. വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കൂദാശ അനുഷ്ഠാനങ്ങളിലും ദൈവജനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ആ മാധ്യസ്ഥ ശുശ്രൂഷ ഏറെ സന്തോഷകരവും അനുഗ്രഹകരവുമാണ്. എന്നാൽ ആ ശുശ്രൂഷയിലുള്ള ക്രൂശ് ഞാൻ മറക്കുന്നില്ല. വൈദികന്റെ ശുശ്രൂഷയുടെ മാറ്റ് കൂട്ടുന്നത് കർത്താവിന്റെ ക്രൂശിനോട് ചേർത്ത് എത്ര ക്രൂശുകൾ വൈദികൻ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇടവക ശുശ്രൂഷകളിൽ ഞാൻ ഏറെ ക്രൂശുകൾ എടുത്തിട്ടുണ്ട്. കർത്താവിന്റെ ക്രൂശ് നിലപാടിന്റെ പരിണത ഫലമാണ്. കർത്താവിന്റെ നിലപാട് തന്നെ ക്രൂശിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുവും എൻ്റെ കർത്താവും ദൈവവുമായ ക്രിസ്തുവിന്റെ നിലപാടിന്റെ ഒരു അംശം സ്വീകരിപ്പാൻ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൂശുകൾ എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നെ ബലപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതും എൻ്റെ ഗുരുവിന്റെ ക്രിസ്തുവിന്റെ പ്രബോധനമാണ്. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കും. എന്റെ നോട്ടം സ്വർഗത്തിലെ സന്തോഷമാണ്. എന്റെ കണ്ണുകൾ പരതുന്നത് ഇവിടെയുള്ള ഇടവജനങ്ങൾ എന്നെ പറ്റി എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ചല്ല. നേരെ മറിച്ച് എനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന വാടാത്ത കിരീടം എങ്ങനെ പ്രാപിക്കാം, അതിനെന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കാം എന്നതിനെ ഓർക്കണം. ഈ ഇടവകയിലേക്ക് വരുമ്പോൾ ഇടവക ശുശ്രൂഷയോടൊപ്പം ദൈവാലയ നിർമ്മാണം എന്ന ഒരു പുതിയ നിയോഗം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ സഹപാഠിയും എൻ്റെ ദൈവം തന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞിട്ടുമുള്ള ഒരു മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ ഒരു ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ചുള്ള ഓർത്തഡോക്സ് ആർക്കിടെക്ട് അനുസരിച്ചുള്ള ഒരു ദേവാലയം നിർമ്മിക്കും എന്ന ഉറപ്പോടുകൂടിയാണ് അദ്ദേഹം എന്നെ അയച്ചത്. പക്ഷേ സാഹചര്യങ്ങൾ വിഭിന്നമായി. കൊറോണ എന്ന രോഗം ലോകം മുഴുവനും നൃത്തമാടിയ സാഹചര്യം. അത് മാത്രമല്ല, ഈ കൊച്ചു ദേവാലയത്തിൽ വന്ന് ഭവനങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദേവാലയം നിർമ്മിക്കുവാനുള്ള ധനാസ്ഥി, സാമ്പത്തിക ഭദ്രത ഈ ഇടവകയ്ക്കുണ്ടോ എന്ന സംശയവും എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വർഷം ഒരു ഡിലമയിലായിരുന്നു. അധ്വാനിച്ച അതാത് ദിവസത്തെ കഷ്ടി പുലർത്തുന്ന ധാരാളം ആളുകളുള്ള ഈ ഇടവക എന്നുള്ള നിലയിൽ ദൈവജനത്തെ പറ്റിയുള്ള എൻ്റെ വേദന വളരെയായിരുന്നു. ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന്
കുർബാന സ്വീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് നല്ലതായി തലചായ്പാൻ ഒരു വീടില്ല എന്ന് കാണുമ്പോൾ അതിൻ്റെ ഹൃദയത്തെ വല്ലാതെ താളം തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിന്റെ നിർമ്മിതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും കൊച്ചു കൊച്ചു കൈത്താങ്ങലുകൾ വേദനിക്കുന്നവർക്ക് നൽകാമോ എന്നതായിരുന്നു എൻ്റെ ആദ്യ ചിന്ത. കുറേയൊക്കെ കഴിഞ്ഞു. അത് ദൈവകൃപയാണ്. എൻ്റെ അനന്തരവൻ അച്ഛൻ അമേരിക്കയിൽ വൈദിക ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അച്ഛൻ നിർലോഭം സഹായിക്കുന്നത് കൊണ്ട് അതിൽ കൂടി പലരെയും സഹായിക്കുവാൻ കഴിഞ്ഞു എന്നത് ഈ സമയം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ദേവാലയം നിർമ്മിച്ചതിനേക്കാൾ സംതൃപ്തി നൽകുന്ന ഒന്നാണ്. എന്നാൽ ഒരു ദിവസം പ്രിയ കൊച്ചുമോനും ലിജുവും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് അവരാവർത്തിച്ച് എന്നെ നിർബന്ധിച്ചു ദേവാലയത്തിന്റെ നിർമ്മാണത്തിനായി ഇനിയും തുടങ്ങണമെന്ന്. അവരുടെ നിർബന്ധവും അവരുടെ ശക്തമായ വാക്കുകളും ഞാൻ മറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. എന്റെ നിലപാടുകൾ എനിക്ക് വേണ്ടിയായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടാണ് ഇന്ന് ഈ ദേവാലയമായി ഇതിന്റെ അനുബന്ധമായി നിൽക്കുന്ന മറ്റു പലതും. നിങ്ങളുടെ ചില വാക്കുകളോട് ഞാനൊന്ന് പൊരുത്തപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ യാത്രയെ നൽകുമ്പോൾ ഈ നല്ല വാക്കുകൾ നിങ്ങളൊരു പക്ഷേ പറയുമായിരുന്നില്ല. എനിക്കും എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് ഇതിന്റെ നിർമ്മിതി കടന്നുപോയത്. ദൈവകൃപയുടെ ആഴം വീണ്ടും അറിയുവാനുള്ളൊരു നിയോഗമായി ഞാൻ തിരുവനന്തപുരം ഇടവക നിയോഗത്തെ കാണുന്നു. നിങ്ങൾക്കറിയാം, സെമിനാരിയിലെ ഉത്തരവാദിത്വത്തിന് പുറമെ ഈ ദേവാലയ നിർമ്മാണത്തിന് എനിക്ക് സ്വപ്നം കാണുവാൻ ഒത്തിരി സമയം വേണ്ടി വന്നു. ഉറങ്ങുമ്പോഴുള്ള സ്വപ്നമല്ല, ഉറങ്ങാതെ ഇരുന്നുള്ള സ്വപ്നം. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതനാകുവാൻ കഴിഞ്ഞില്ല എന്നതും ഈ സമയം ഞാൻ ഓർക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ എന്നോട് നീരസം ആരെങ്കിലും പുലർത്തിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലും പ്രത്യേകം വിശുദ്ധ ത്രോണോസിലോർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് തിരിച്ചറിയും എന്നതിന് യാതൊരു സംശയവും വേണ്ട. കാരണം എൻ്റെ പ്രാർത്ഥന ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു. യാചിക്കേണ്ട സമയമിതാ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ത്രോണോസുകളിൽ വരച്ച് പേരോർത്ത ആളുകൾ അവരൊക്കെയായിരുന്നു. നീരസം വ്യക്തിപരമല്ല. ഈ നീരസം നയത്തിന്റെ നീരസമാണ്. അത് ക്രമേണ മാറിക്കൊള്ളും. ചില കൊച്ചു പ്രതിസന്ധി വന്നപ്പോൾ, പ്രത്യേകിച്ച് എന്നോട് മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ, യുവജന പ്രസ്ഥാന അംഗങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ ഇടവക ഉപേക്ഷിച്ചു പോകുമോ എന്ന്. ഞാൻ കൊടുത്ത മറുപടി, എന്റെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനാണ്. ക്രൂശ് എനിക്ക് ലഘുവും അല്പം പോലും പ്രയാസമില്ലാത്തതുമാണ്. കാരണം എന്റെ ഈ ഇടവകയിലേക്കുള്ള നിയോഗം ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു ദൈവാലയം നിർമ്മിക്കുക എന്ന നിയോഗം. അതുകൊണ്ട് കൊച്ചു കൊച്ചു പ്രതിസന്ധികൾ എന്നെ കുറെ കൂടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തനാക്കി.
ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ പരിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ മാധ്യസ്ഥം കൂടുതൽ അന്വേഷിക്കാൻ എന്നെ അത് സഹായിച്ചിട്ടുണ്ട്. എന്റെ പ്രാർത്ഥനയിലെ മുന്തിയ അപേക്ഷകൾ ഇതൊക്കെയായിരുന്നു. ഈ ഇടവക ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ കൊറോണ മരണം എന്റെ ജനത്തിൽ നിന്ന് ഒഴിവാക്കണമേ എന്ന്. കാരണം കൊറോണ വന്ന് മരിച്ചവരുടെ സംസ്കാരം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, എന്നോടൊപ്പം ആരാധനയിൽ സംബന്ധിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ കൊറോണ വ്യാപനം ഉണ്ടാകരുതേ എന്നാണ്. പല ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന നിരോധിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അതിൽ ഞാൻ ആത്മീയ കാർക്കശ്യത്തോടെ വിശുദ്ധ കുർബാന നൽകി. ദൈവജനം വിശുദ്ധ കുർബാനയിൽ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നതിൽ ഞാൻ മടി കാണിച്ചില്ല. പനിയോ തലവേദനയുള്ളവർ വരല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരാധനയിലെ പങ്കാളിത്തം വഴി ഈ ഇടവകയിലെ ഓരോരുത്തർക്കും ഇതുവരെയും കൊറോണ വന്നില്ല. മറ്റൊന്ന്, ദേവാലയത്തിന്റെ നിർമ്മാണത്തിൽ ഇടപെട്ടിരുന്ന തൊഴിലാളികൾക്ക് കർത്താവേ കൊറോണ രോഗം വരരുതേ. കാരണം നിർമ്മാണം നിന്നു പോകും. ആരും രോഗികളായില്ല. ദേവാലയ നിർമ്മാണത്തിന്റെ ചന്തവും ഭംഗിയും മനുഷ്യരാൽ നിർമ്മിക്കുന്നുവെങ്കിലും അതിന്റെ സൗന്ദര്യം കർത്താവ് നൽകുന്നതാണ്. അതുകൊണ്ട് പണിക്കാരെ അവരുടെ പേരോർത്ത് പ്രാർത്ഥിച്ചു അവരുടെ കരങ്ങളിലൂടെ ദൈവിക സൗന്ദര്യം നാളെ ഇടവകജനം അനുഭവിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്നതായിരുന്നു. ദേവാലയം പൂർത്തീകരിച്ച് ദൈവാലയ കൂദാശ വന്നപ്പോൾ ആധിയും വ്യാധിയും വർദ്ധിച്ചു. കൊറോണയുടെ റെസ്ട്രിക്ഷൻസ് കർത്താവേ ഈ കൂദാശ ഏറ്റവും ഭംഗിയായി എല്ലാ വിശ്വാസികളും പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷയാക്കി തീർക്കണമേ. ആർക്കും കൊറോണ ബാധിക്കരുതേ എന്ന് ദൈവം ആ പ്രാർത്ഥനയും കേട്ടു. എല്ലാവരും വന്ന് ആ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. ചുറ്റുപാടുകൾ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ദേവാലയ കൂദാശയുടെ ചടങ്ങുകൾ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. എല്ലാത്തിനും ദൈവകൃപയാണ് കാരണം. എന്റെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. വീടുകളിൽ വന്ന് കൂടുതൽ സമയമിരുന്ന് സംസാരിക്കുവാനോ നിങ്ങളുടെ സ്നേഹാദരവുകൾ സ്വീകരിപ്പാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് എൻ്റെ ഒരു കുറവാണ്. ഇത് കൊറോണയും എൻ്റെ ജീവിതത്തിലെ സമയക്കുറവുമാണ്. അത് സാധനം നിങ്ങൾ ക്ഷണിക്കുന്നത്. പ്രാർത്ഥന യോഗങ്ങൾ, അതിൻ്റെ വൈസ് പ്രസിഡന്റ്, ട്രസ്റ്റി, സെക്രട്ടറി, ശ്രീ സമാജം അതിന്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ബഹുമാനായ ജോയി ദാനിയേഴ്സ്, അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, കുഞ്ഞുങ്ങൾ, യുവജന പ്രസ്ഥാന അംഗങ്ങൾ, ഇതിന്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ഇത് പറയുമ്പോൾ അവരെനിക്ക് വലങ്കൈയായി നിന്നവരാണ്. പ്രത്യേകിച്ച് ദേവാലയത്തിന്റെ നിർമ്മാണത്തിൽ കഴിവതും അധികം പണം മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കാതെ നാം തന്നെ ചെയ്യണം എന്നത് എൻ്റെ ഒരു നയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സമാധാനം എന്ന പദ്ധതി നടപ്പാക്കിയത്. ഈ കുഞ്ഞുങ്ങളോട് എന്ത് പറഞ്ഞാലും അവർ ശിരസ വഹിക്കുമായിരുന്നു. എന്നോട് മറുതിരിച്ചു നിന്നിട്ടില്ല.
ഇതിന് പറയുന്നു, ഈ മുറ്റത്തുള്ള ഖരീല പിറക്കാൻ യുവജനങ്ങളോട് പറഞ്ഞാൽ പോലും അവർ തലകുറിച്ചാൽ ജോലി ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് ഏറെ കടപ്പാടുണ്ട്. നിങ്ങളെ വിട്ടു പിരിയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ യുവജന അംഗങ്ങൾ. എന്നോടൊപ്പം ശുശ്രൂഷയിൽ അവരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. എനിക്ക് ഈ കുഞ്ഞുങ്ങൾ മദ്ബഹായിലുണ്ടെങ്കിൽ എനിക്ക് തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് പ്രത്യേക ശക്തിയും ഓജസ്സുണ്ട്. മദ്ബഹായിലെ ശുശ്രൂഷകരിൽ പ്രധാനി സുജിത് വർഗീസിനോട് എനിക്ക് നന്ദിയുണ്ട്. ഇടവക ട്രസ്റ്റി ലിജു എബ്രഹാം, ഞാൻ ചിലപ്പോഴൊക്കെ വളരെ ഹാർഷായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സെക്രട്ടറി റോജൻ രാജൻ, കമ്മിറ്റി അംഗങ്ങൾ, കമ്മിറ്റിയിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മറച്ചു വെക്കാതെ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട്. നിങ്ങളോടൊക്കെ ഏറെ കടപ്പാടും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദേവാലയ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച കൊച്ചുമോൻ സത്യത്തിൽ ധനസമാഹരണത്തിന് കൊച്ചുമോൻ ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. ദുബൈ പള്ളിയിലെ ഡയറക്ടറി എടുത്ത് ആളുകൾക്ക് വിളിക്കുകയും അവർക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഓഡിയോ വീഡിയോ അയക്കുകയൊക്കെ ചെയ്ത് കൊച്ചുമനാണ്. പക്ഷെ ഇത് ചെന്നപ്പോൾ എൻ്റെ മുഖം കൂടി അവർ കണ്ടു എന്നത് കുറച്ചുകൂടി സഹായത്തിന് ത്വരിതം സംഭവിച്ചു എന്ന് തന്നെയാണ്. കൊച്ചുമാനോട് എനിക്ക് സ്നേഹമുണ്ട്. ഈ ഇടവക കൊച്ചുമനെ മറക്കരുത്. ഞാൻ കൊച്ചുമനോട് ചില സന്ദർഭത്തിൽ വളരെ ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചു. അത് ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിരുന്നു. എന്നാൽ ഞങ്ങള് പിണങ്ങിയിട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത, ആ ബന്ധത്തിന്റെ പ്രത്യേകത. അതെല്ലാവരും മാതൃകയാക്കണം. നമ്മള് നീയും വരുന്ന വികാരിയാണ് കാര്യം പറയുമ്പോൾ പിണങ്ങണ്ട, നിരസം ഉണ്ടാകും. വ്യക്തിയോട് പിണങ്ങരുത്. OC തോമസ് ഉണ്ടാകുന്നതിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ബിബിൻ മാത്യു ജോയിയുടെ ട്രഷററാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം പലയിടങ്ങളിലും ദേവാലയത്തിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ ഇടവകയിൽ പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് കണക്ക് സംബന്ധിച്ച്. എന്നാൽ ബിബിനത് ഭംഗിയായി നിർവഹിച്ചത് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ദേവാലയ ഉദാശയുടെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ അവരോടൊക്കെ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ഞാൻ പുതിയ ഒരു മേച്ചിൽ പുറത്തേക്ക് പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കൂടിയേറി ദൈവജനത്തോടെ ഞാൻ പറയുന്നു, ദൈവകൃപയിൽ നിങ്ങൾ ആശ്രയിക്കണം. ഇടവകയെ സ്നേഹിക്കണം, കരുതണം. ഈ കൊച്ചുപള്ളി അനുഗ്രഹത്തിന്റെ ഈറ്റില്ലമാണ്. ഈ ഇടം വിശുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത്തെ പ്രഥമ സ്ഥാനം നിങ്ങൾ നൽകേണ്ടത് ഈ ദേവാലയമായിരിക്കും. എല്ലാ സ്നേഹാദരവുകൾക്കും നന്ദി. എന്റെ ഒരു പ്രത്യേക സ്വഭാവം, ഒരു ഇടവക കൊണ്ടുപോയാൽ എനിക്ക് അറിഞ്ഞുകൂടാ സ്വഭാവം എങ്ങനെയാണ് മാറ്റാൻ. പുതിയ ഇടവകയിൽ ശുശ്രൂഷയും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വന്നു പറ്റാൻ സാധിക്കുകയില്ല. ഇത് പിണക്കമായോ നീരസമായോ നിങ്ങൾ കരുതരുത്. മരണ വീടുകളിൽ തീർച്ചയായും അറിയിച്ചില്ലെങ്കിലും ഞാൻ പോകാറുണ്ട്. മരണാനന്തര ശുശ്രൂഷകളിൽ എന്നെ പ്രതീക്ഷിക്കരുത്.
നരബാധിച്ചെങ്കിലും മനസ്സേറെ ചെറുപ്പമായി തന്നെ കാത്തു സൂക്ഷിക്കുക എന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ സ്തുതി. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, പക്വതയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ചെണ്ട കണ്ടപ്പോൾ അതെടുത്ത് കൊണ്ടുപോകാൻ കൊട്ടാൻ അറിയാവുന്നതുകൊണ്ട് കൊട്ടിയില്ല. എന്റെ മനസ്സ് അങ്ങേ ഏറെ ആനന്ദിച്ചു വന്നാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിന്റെ സ്തുതി, പരമകാരുണ്യനായ ദൈവത്തിന്റെ സ്തുതി, എനിക്ക് സമുചിതമായ ഒരു വിടവാങ്ങൽ തന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ.